11-ാം വയസ്സിൽ ഇറാഖിൽ നിന്ന് പലസ്തീൻ ഹമാസ് ഐസിസ് ഭീകരൻ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിച്ച് വിവാഹം കഴിച്ച യസീദി യുവതി ഫൗസിയ അമിനെ ഗാസയിൽ നിന്ന് മോചിപ്പിച്ച് ഇസ്രായേൽ സൈന്യം. ഇസ്രായേലിന്റെ പോരാട്ടം ഇസ്രായേലിനു വേണ്ടി മാത്രമല്ല, ആഗോള തീവ്രവാദ ശൃംഖലയ്ക്കെതിരെയാണെന്ന് സംഭവത്തിലൂടെ വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ്. ഇസ്രായേലിന്റെ യുദ്ധം ഗാസയിലെയോ ലെബനനിലെയോ യമനിലെയോ ഇറാഖിലെയോ സിറിയയിലെയോ സാധാരണക്കാരായ പൗരന്മാർക്കെതിരെ അല്ലെന്നും മറിച്ച് ഇവിടങ്ങൾ അടക്കി ഭരിച്ച് ജനജീവിതം ദുരിതപൂർണമാക്കുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കെതിരെയാണെന്നും ഇറാഖിലെ യുവതിയെ രക്ഷിക്കാൻ കാണിച്ച ആർജവത്തിലൂടെ ഇസ്രായേൽ വീണ്ടും അരക്കിട്ടുറപ്പിച്ചിരിക്കുകയാണ്. 2014-ൽ 11 വയസ്സുള്ളപ്പോൾ തട്ടിക്കൊണ്ടുപോകുകയും ശേഷം ഇറാഖി IS ഭീകരൻ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുകയും ഗാസയിലേക്ക് മനുഷ്യത്വരഹിതമായി കടത്തപ്പെടുകയും ചെയ്ത യസീദി പെൺകുട്ടി ഫൗസിയ അമിനെ ഒടുവിൽ ഇസ്രായേൽ സുരക്ഷാസേന മോചിപ്പിച്ചിരിക്കുകയാണ്. വർഷങ്ങളോളം പലസ്തീനിയൻ ഹമാസ് IS സംഘത്തിന്റെ തടവിലായിരിക്കുകയും പലരുടെയും ലൈംഗിക അടിമയായി കൊടിയ ദുരിതങ്ങൾ നേരിടുകയും ഇതിനിടയിൽ 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും ചെയ്ത ഫൗസിയ ഇപ്പോൾ അവളുടെ കുടുംബവുമായി വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ്. ഫൗസിയയുടെ ശരീരത്തിൽ ഡ്രഗ്സ് കുത്തിവച്ചിരുന്നതായും അവളെ ഭീകരർ ബ്രെയിൻ വാഷ് ചെയ്തതായും അവളുടെ പിതാവ് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഫൗസിയയുടേത് അനേകം പെൺകുട്ടികൾ IS ഭീകരരുടെ പിടിയിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരതയുടെ ഓർമ്മപ്പെടുത്തലാണ്.